ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ റഷീദിക്ക. ഇത് കോട്ടയം താഴത്തങ്ങാടിയിൽ നിന്ന് വന്നതാണ്. നമ്മുടെ ചാനൽ കണ്ടിട്ട് അടതാപ്പിന് വേണ്ടി വന്നോ. അപ്പോൾ ഇത് ഇക്കയ്ക്ക് നമ്മൾ നല്ലൊരു അടതാപ്പ് തന്നെ ഇക്കയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇക്ക എന്നാ പറയാനുള്ളത്? വളരെ നന്ദി. ഷൈൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ടറസിൻ്റെ മുകളിൽ. എനിക്ക് ഇത് കൂടാൻ കുറേ പച്ചക്കറി വിത്തുകളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം നന്നായി ഭയങ്കര ആള് മനസ്സ് പോലെ തന്നെ എല്ലാം നല്ല ക്ലീൻ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇതെല്ലാം കൊണ്ടുവരുന്ന കാണിച്ചു. എല്ലാം നല്ലതാണ്. വേറെ സന്തോഷം. ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ എയർപോർട്ടോ അടതാപ്പ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ നടീൽ രീതി, നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മുടെ എയർപോർട്ടിൽ നമ്മുടെ താഴത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ചോടാണ് ഈ കയറി ചാമ്പ കിടക്കുന്നത്. കണ്ടത് മുഷറിൻ്റെ കൂട് ഉള്ള കാരണം വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതുണ്ട നിറയെ മുഷറ. അപ്പോൾ ഇതാ താഴെ നമ്മൾ ആ മാവിൻ്റെ ചൂടിൽ കഴിഞ്ഞ വർഷം നട്ടിരുന്ന എയർപോർട്ടിട്ടോടെ ചോട് നമ്മൾ മാന്തിയിട്ടില്ലായിരുന്നു. അപ്പം അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും വലിയ എയർപോർട്ടിട്ട ഈ ആ ഒരു ചോട്ടിൽ നിന്നാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൊഴിഞ്ഞ് വീണതാണ്. അതിലേക്ക് നമ്മൾ ഇതൊരെണ്ണം കഴിഞ്ഞ ദിവസം വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കിടക്കുന്ന എയർപോർട്ടൊക്കെയാണ് അടതാപ്പാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ചാമ്പയിൽ നിന്നിരുന്നായിരുന്നു. ഇവിടെ ഒരു ചാമ്പുണ്ട്. ഇപ്പോൾ അത് ഈ അടതാപ്പിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഇത് ചൂട് മറിഞ്ഞു പോയത്. ഇവിടെ നിന്ന് രണ്ട് കമ്പും ഈ അടതാപ്പിൻ്റെ വെയിറ്റ് കൊണ്ട് ചാമ്പയുടെ ഒടിഞ്ഞത് ഉണങ്ങിപ്പോയതുണ്ട്. ഒരു കമ്പ്, ഇത് രണ്ട് കമ്പ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ അടതാപ്പ് കിടപ്പുണ്ട്. ഇതെല്ലാം വള്ളിയിൽ നിന്ന് വിട്ടിട്ടുണ്ടാകും. നോക്കാം, ഇത് വള്ളിയിൽ നിന്ന് വിട്ടിട്ടില്ല, അത് വിട്ടിട്ടില്ല, ഇത് വിട്ട് കിടക്കുക. ഇത് കണ്ടത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പവും വെച്ചിട്ടുണ്ട് തോണ ഉണ്ടായതെല്ലാം. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതൽ വ്യാപകമായിട്ടിത് നല്ല രീതിയിൽ ഇത്തവണ കൃഷി ചെയ്യുന്നുണ്ട്. ഈ വലുതെല്ലാം നമ്മൾ 2-3 ചൂട് വെച്ചിട്ട് ആവശ്യക്കാർ ഒരുപാട് പേര് അടതാപ്പിന് വരുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ ചാനലിൽ ഈ അടതാപ്പിൻ്റെ വീഡിയോ കണ്ട് റഷീദിക്ക താഴത്തങ്ങാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വന്ന് പുള്ളിക്ക് ഒരു കിലോളം തൂക്കമുള്ള ഒരു അടതാപ്പ എന്ന് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് നമ്മുടെ മെസ്സേജിലും വാട്സപ്പിലും എല്ലാം അയച്ചു കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുടെയും പേര് വന്ന മെസ്സേജെല്ലാം നമ്മൾ കുറേയേറെ കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഇത് പൊഴിഞ്ഞ് വീണ അനുസരിച്ച് കൊടുത്ത് തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ നമ്മൾ രജിസ്റ്ററിൽ എഴുതി ഇട്ടിട്ടുണ്ട്. ഇത് വിളവാകുന്ന അനുസരിച്ച് നമ്മൾ കൊടുത്ത് തീർക്കും. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടേക്ക്. കഴിവതും വിളിക്കാതിരിക്കാൻ നോക്കുക. പക്ഷേ നമ്മൾ വർക്ക് സൈറ്റിലായിരിക്കും പകൽ ടൈമിൽ. പിന്നെ വൈകിട്ടുള്ള സമയമാണ് നമ്മൾ കൃഷിയിലേക്ക് പോകുന്നത്. പിന്നെ ഇത് നടേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത്, ഇത് ആദ്യം നമ്മുടെ കയ്യിൽ ഈ കിഴങ്ങ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും കൊണ്ട് ആകാംക്ഷയോടുകൂടി ഇതുകൊണ്ട് നേരെ മണ്ണിലോട്ട് കുഴിച്ച് വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ തറയിലെവിടെയെങ്കിലും അനക്കാതെ വെച്ചിരിക്കുമ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മുള വരും. അപ്പം ഈ ടൈപ്പ് ഈ വലുതിൽ നിന്നല്ലാതെ തന്നെ ഈ ഒരു കുഞ്ഞ് ടൈപ്പാണെങ്കിൽ പോലും അതിൽ നിന്നും മുള വരും. മുള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടതാപ്പ് നടാവുള്ളൂ. അടതാപ്പ് മുള വരാതെ നട്ട് കഴിഞ്ഞാൽ ഇത് മണ്ണിനടിയിൽ നിന്ന് ചീഞ്ഞു പോകും. നമ്മൾ വളം കൂടുതൽ ആദ്യം ഇട്ട് കൊടുത്ത് കോഴിവളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു അടതാപ്പിൻ്റെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വേണ്ട റെസ്റ്റ് ചെയ്യുക, സേഫായിട്ട് ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെച്ചേക്കാം. അതിൽ നിന്ന് മുള വരും. ആ മുള വന്നതിന് ശേഷം മാത്രം നന്നായിട്ട് അടിവളമായിട്ട് നടുക. ബാക്കി വീഡിയോ നമുക്ക് താഴെ പോയിട്ട് പറയാം. അതുകൂടാതെ ഈ അടതാപ്പ് ഇത് അന്വേഷിച്ച് ഞാനൊരു 3 വർഷത്തോളം പലരോട് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന മേശരി പ്രസാദനാണ് എനിക്ക് ആദ്യമായിട്ടൊരു അടതാപ്പ് വരുന്നത്. അവർ ഇത്ര വലിപ്പമുള്ളൊരു അടതാപ്പാണ് ആദ്യം തന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ കൃഷി ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന വിളവിലോട്ട് എത്തിയത്. ഇത്ര അടതാപ്പാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ വിളവെടുത്ത് താഴെ വീണമൊക്കെ പൊഴിഞ്ഞ് വീണതായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കി എല്ലാം മരത്തിൽ കിടപ്പുണ്ട്, നമ്മൾ തീർത്തും പറിച്ചിട്ടില്ല. അപ്പോൾ ഈ ചെറുതെല്ലാം പൊഴിഞ്ഞ് വീണാണ്. ഇനി ചെറുതെന്തിനാണ് പറിച്ചെന്ന് ചോദിച്ച് കമൻറ്റുമായിട്ട് വരരുത്. കഴിഞ്ഞ ദിവസം പേരയുടെ കൂട്ടത്തിൽ നല്ല കമൻറ്റ് പറയാൻ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ അടതാപ്പ് അല്ലാതെ നമ്മുടെ കയ്യിൽ രണ്ടാമതൊരു വെറൈറ്റി മുള്ളൻ അടതാപ്പ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇതാണ് ആ മുള്ളൻ അടതാപ്പ്. ഇത് നമ്മൾ നട്ട് വലുതായി വരുന്നേ ഉള്ളൂ. നിറയെ കാ പിടിച്ചിട്ടുണ്ട്. കണ്ടേ, ഇത് കണ്ട് ഈ അടതാപ്പിൻ്റെ പുറത്തൊരു മുള്ള് പോലെ ഇത് കണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്ന അടതാപ്പാണ്. ഇതുണ്ട്, അതിൻ്റെ ഇല കണ്ട് നമ്മുടെ കാച്ചിലിൻ്റെ ഇല പോലെ തന്നെയാണ്. ഈ മുള്ളൻ അടതാപ്പ് തന്നെ ഇതേ കളറിലും ഇതേ ഷേപ്പിലും ഒരു കാട്ട് അടതാപ്പുണ്ട്. അത് പക്ഷേ ഭക്ഷണയോഗ്യമല്ല. ഇത് കണ്ടുകൊണ്ട് അതാരും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കയറി പോകുന്നത് ഇത് ആകാശവെള്ളരിയാണ്.
ആകാശവളരി വളർന്ന് മേളിൽ പന്തലിലോട്ട് കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇത് മുള്ളൻ അടതാപ്പ് ഇത് ഇവിടെയൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതും മുള്ളൻ അടതാപ്പ് തന്നെയാണ് കേട്ടോ. ഇത് ഇവിടെ ഉണ്ട്. ഇത് നിറയെ കായണ്ടിട്ടാണ്, പക്ഷേ അത് വലുതായി വരുന്നതേ ഉള്ളൂ നമുക്ക്. ഇതെല്ലാം മുള്ളൻ അടതാപ്പ. ഒരുപാടുണ്ടായിട്ടുണ്ട് മുള്ളൻ അടതാപ്പ്. ഈ അടതാപ്പിൽ നമ്മൾ നടുമ്പോൾ ഈ മുകളിലുണ്ടാകാൻ ഇങ്ങനെ കിട്ടുന്ന കിഴങ്ങ് ഒരിക്കലും നമ്മൾ മുറിച്ച് നടരുത്. അത് നമ്മുടെ ഒന്നും കിഴങ്ങ് നഷ്ടപ്പെടുത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഇതിൻ്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങ്, ഇതിപ്പം ഈ നമ്മൾ കഴിഞ്ഞ വർഷം നട്ട കിഴങ്ങ് അടിവശം മാന്താതിരുന്നാണ് ഇത്രയും കരുത്തായിട്ട് വള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മാന്തുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ ഒരു 5-6 കിലോയ്ക്കോളം വലിപ്പമുള്ളൊരു കിഴങ്ങുണ്ടാവും. അപ്പോൾ ആ കിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് നമ്മൾ കാച്ചിൽ മുറിച്ച് നടുന്ന പോലെ ഇത് മുറിച്ച് നടാം. പക്ഷേ മേളിലുണ്ടാകുന്ന ഒരിക്കലും മുറിച്ച് നടരുത്. ഞാൻ അതിൻ്റെ വലിപ്പം ഒന്ന് നമുക്കൊന്ന് ഇച്ചിരി മണ്ണ് മാറ്റി നമുക്ക് നോക്കാം. അത് കാണാൻ രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരുപാട് അടിയിലോട്ടാണ്. നമ്മൾ ഇനി കൂടുതൽ ചകഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള നല്ല വേരെല്ലാം പൊട്ടും. ഇത് നടുമ്പം ഒരു 2 അടിയോളം വലിപ്പമുള്ള 2 അടി സമയതരം കുഴി എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് ജൈവവളമായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് മാത്രം നടുക. ലാവിഷായിട്ട് കിഴങ്ങ് കിട്ടും. അപ്പം നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.